ലോകത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു ശരിക്കും ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കടന്നുവരവ്. സിനിമ പോലെ തന്നെ ടെലിവിഷൻ കാഴ്ചകളും ലോകത്തെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പുതിയ കാലത്തെ ദൃശ്യ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ സിനിമ പോലെ ടെലിവിഷനും വലിയ പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ടെലിവിഷൻ കാഴ്ചകൾ പ്രത്യേകിച്ചും വിനോദവും വിജ്ഞാനവും അതുപോലെ വാർത്താധിഷ്ഠിത പരിപാടികളുമൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്വീകരണ മുറികളെ സജീവമാക്കുന്നത്. വിവിധ തരം പരിപാടികൾ. പക്ഷേ ഈ പരിപാടികളെല്ലാം സംപ്രേഷണം ചെയ്യപ്പെടുന്ന എല്ലാ പരിപാടികളും അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണെന്നോ അതെല്ലാം ഏറ്റവും മൂല്യവത്താണോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല പരിപാടികളെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായവും കാഴ്ചപ്പാടുമാണ് വ്യക്തിപരമായിട്ട് കൂടി എനിക്കുള്ളത്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുള്ളതുമാണ്. ചില പരിപാടികളെക്കുറിച്ച്, ചിലതിനെക്കുറിച്ച് പ്രത്യേകിച്ചും ഇത് കുടുംബ സദസ്സുകളെ അഡ്രസ്സ് ചെയ്യുന്ന പരിപാടികൾ. പലപ്പോഴും അത്തരം പരിപാടികൾ ഇതൊക്കെ ഒരു വലിയ ജനസമൂഹത്തെയാണ് സ്വാധീനിക്കുന്നത് എന്ന തിരിച്ചറിവും ഉത്തരവാദിത്വത്തോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. അവിടെ പലപ്പോഴും ചില വീഴ്ചകൾ സംഭവിക്കുകയും ചില പരിപാടികളൊക്കെ, പ്രത്യേകിച്ചും ഇന്ന് ടെലിവിഷൻ എന്ന് പറയുന്നത് മലയാളിയുടെ കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അവിഭാജ്യ ഘടകമാണ്. ടെലിവിഷൻ കാഴ്ചകളിൽ നിന്ന് മുക്തമായിട്ടൊരു ജീവിതം തന്നെ മലയാളിക്കില്ല. അർത്ഥത്തിൽ മലയാളിയെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു മാധ്യമം. അവിടെ പക്ഷെ പലപ്പോഴും ടെലിവിഷൻ കാഴ്ചകളിൽ നിന്നിപ്പോൾ ഒരു കച്ചവടവൽക്കരണത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു കച്ചവടമായി കല പോലും അധപ്പതിക്കുന്ന ഒരു കാലം. നമ്മളിന്നിപ്പോൾ എല്ലാം ഈ ഒരു വ്യാജ നിർമ്മിതികളുടെ ഒരു കാലത്ത് കലയുടെ പേരിലും കലയുടെ ചില ലേബലിൽ ചില വ്യാജ നിർമ്മിതികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും അത്തരം വ്യാജ നിർമ്മിതികളിലൂടെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളി തീണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില പരിപാടികളുടെ കാര്യത്തിലാണ്. അത്തരം പരിപാടികളുടെ പ്രമേയത്തെക്കുറിച്ചാണ് എനിക്കുള്ള വിയോജിപ്പ്. കണ്ടന്റിനെക്കുറിച്ച്, ഉള്ളടക്കത്തെക്കുറിച്ച്. അപ്പം അത്തരം കാര്യങ്ങളിൽ മാറിയ കാലത്ത് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഈ ഡിജിറ്റൽ സ്ക്രീനിങ്ങുകളുടെ പ്ലാറ്റ്ഫോമുകൾ, സ്മാർട്ട് ഫോണുകളുടെ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ നമ്മൾ യൂട്യൂബ് പോലുള്ള വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഇങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകളുടെ ഒരു പുതിയ കാഴ്ചകളുടെ ഒരു അത്ഭുത ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ഈ ടെലിവിഷൻ കാഴ്ചകൾ, നമ്മുടെ ടെലിവിഷൻ പരിപാടികൾ, സ്വീകരണ മുറിയിലെ ടെലിവിഷൻ പരിപാടികളുടെ സർഗാത്മകത തന്നെ വല്ലാത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ്. അവിടെ ആ മേഖലയിൽ അത്തരം കണ്ടന്റുകൾ ഒരു പുതിയൊരു നവീകരണത്തിന്, ഒരു ശുദ്ധീകരണത്തിന് വിധേയമാകേണ്ടിയിരിക്കുന്നു എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള ടെലിവിഷൻ പുരസ്കാര നിർണയ ജൂറി അത് ഈ മേഖലയിലെ ഏറ്റവും വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജൂറിയാണ്. അവരുടെ വിധി നിർണയത്തിലൊക്കെ കൃത്യമായി നമ്മുടെ ടെലിവിഷൻ പരിപാടികളുടെ ഒരു നിലവാര തകർച്ച അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ പല വർഷങ്ങളിലായിട്ട് നമ്മൾ ടെലിവിഷൻ പരമ്പരകൾക്കൊന്നും പുരസ്കാരം നൽകാത്ത ഒരു തീരുമാനമാണ് ജൂറി കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ചലച്ചിത്ര അക്കാദമി ഒരു കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നു. അത് സ്ത്രീ വിരുദ്ധതകളില്ലാത്ത, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളില്ലാത്ത, ഒരു സാമൂഹ്യ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കലയെന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയാണ്. അത് വെറും കേവലം വിനോദ ഉപാധി മാത്രമല്ലല്ലോ. അങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലയുടെ യഥാർത്ഥ ദൗത്യം നിർവഹിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ, അത്തരത്തിലുള്ള ഏതെങ്കിലും ആവിഷ്കരണങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിന് പുരസ്കാരം കൊടുക്കണം. അങ്ങനെ ഒരു തീരുമാനം ജൂറി കൈക്കൊള്ളണം. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അനർഹമായതിനൊന്നും കൊടുക്കരുത്. പക്ഷെ അർഹതയുള്ളത് ഏതെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താനായാൽ ഇത് സർക്കാർ നൽകുന്നൊരു പുരസ്കാരമാണ്, അത് കൊടുക്കാതിരിക്കുക അതൊരു അനുചിത്യമാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം അങ്ങനെ ഒരു ടെലിവിഷൻ പരമ്പര അവർക്ക് കണ്ടെത്താനായി എന്നുള്ളതാണ് ഈ ഒരു ജൂറിയുടെ ഒരു പ്രത്യേകതയായിട്ടിപ്പോൾ നമുക്ക് ഈ വർഷം നമുക്കത് എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഇതിനിടയ്ക്ക് പറഞ്ഞത് ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യകൃതികളുമൊക്കെ എൻഡോസൾഫാനെ പോലെ മാരകമാണ് സമൂഹത്തിനെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിനകത്ത് ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട്.
പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെക്കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. പല സിനിമകളും നമ്മൾ മനുഷ്യനിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന, മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയ വാസനകളെയും ഉണർത്തുന്ന, കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ, സമകാലീന സിനിമകളെക്കുറിച്ച് ചിലതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് സെൻസറിങ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആശ്വാസകരമായ ഒരു കാര്യം. ഇതിനെയൊക്കെ നിരീക്ഷിക്കാൻ, കൃത്യമായി വിലയിരുത്തലുകൾ നടത്താൻ, അതിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ, ചില തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ, സെൻസറിങ് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ക്രൂരതയുടെയും പൈശാചികതയും ഒക്കെ ബീഭത്സമായ ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ പുതിയ പുതിയ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്ന പുതിയ ചലച്ചിത്ര പ്രവർത്തകരെക്കുറിച്ചും കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ, സെൻസറിങ് സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഇത്തരം ചില കലയുടെ പേരിൽ വരുന്ന സൃഷ്ടികൾ എങ്ങനെയാണ് പ്രദർശനാനുമതി നേടിയെടുക്കുന്നത് എന്നത് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ടെലിവിഷൻ കാര്യത്തിൽ അത്തരം സെൻസറിങ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട്, തികഞ്ഞ ഔചിത്യം പാലിക്കേണ്ടതുണ്ട്. സിനിമ അത് തിയേറ്ററുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് എന്നുള്ളത് കൊണ്ടും കൂടിയൊക്കെയാണ് സിനിമയെക്കുറിച്ച് അധികം ചർച്ചകൾ നടക്കാത്തത്. പക്ഷേ ടെലിവിഷൻ്റെ കാര്യത്തിൽ അതല്ല.